എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് പണിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ ഹൈദരാബാദി ബിരിയാണി നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ബിരിയാണി ഗരം മസാല നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഗരം മസാല ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഹൈദരാബാദി ബിരിയാണി മസാലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ അതിലും ടേസ്റ്റ് നല്ലത് നമ്മൾ അപ്പം തന്നെ പൊടിച്ചിട്ട് ഇതുപോലെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ടൊരു 8ഓളം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 7 ഏലക്കായാണ്. കൂടാതെ ഇതിലേക്ക് ഒരു കറുത്ത ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു കറുത്ത ഏലക്കായ. കൂടാതെ 2 തക്കോലവും ഇത് നമ്മുടെ ഒരു ജാതിക്കയുടെ കുരു പൊട്ടിച്ചിട്ട് ഇതുപോലെ 2 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പമുള്ള 2 കറുവപ്പട്ടയും 2 ബേ ലീവ്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും, ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3/4 ടീസ്പൂൺ അളവിൽ ഷാജീരയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തീയെ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റോളം ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂട് നല്ല പോലെ തന്നെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിരിയാണി ഗരം മസാല ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോയോളം ചിക്കന് ഞാൻ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. വെള്ളം നല്ല പോലെ തന്നെ തോർന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഗരം മസാലയില്ലേ അതൊരു 2 ടീസ്പൂൺ മതി കേട്ടോ. ഒരു 2 ടീസ്പൂൺ നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അത്രയ്ക്ക് അങ്ങ് എരിവില്ല. സാധാരണ ഹൈദരാബാദി ബിരിയാണി ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതൊരു നോർമൽ ഒരു എരിവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ എണ്ണം കൂട്ടിയാലും മതി. കൂടാതെ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5ഓളം പച്ചമുളക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കറക്കിയിട്ടെടുത്താണ്. അപ്പോൾ ഒരു മുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതൊരു 4ഓളം മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താണ് കേട്ടോ. സാധാരണ നമ്മൾ ബിരിയാണിക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാറില്ലേ, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ഈ ഒരു സവാള ഫ്രൈ ചെയ്തതിൽ നിന്ന് കുറച്ച് നമ്മളൊന്ന് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈദരാബാദി ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ ഷാജീര ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ഷാജീര നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്, കിട്ടാനില്ലെങ്കിൽ മാത്രം ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒരു 3-4 മിനിറ്റോളം നമുക്ക് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് തൈര്. തൈര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 300 ml ആണ് കേട്ടോ. അതായത് ഒരു 1.25 കപ്പോളം ഞാൻ ഇതിലേക്ക് തൈര് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലൊരു 300 ml കട്ട തൈര് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ അത്രയും കട്ട തൈര് അല്ലെങ്കിൽ കുറച്ച് വെള്ളമയം പോലെ ഇരിക്കുന്ന തൈരാണെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് ആ ഒരു വെള്ളമയം പോലുള്ളതങ്ങ് കളഞ്ഞു വയ്ക്കുക. എന്നിട്ട് ഒരു കട്ടയായിട്ടിരിക്കുന്ന ഒരു തൈര് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് 1 കപ്പോളം മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. 1 കപ്പോളം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അളവിൽ പുതിനയിലയും കൂടെ കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6-7 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്.
ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി 4 മണിക്കൂർ നിങ്ങൾക്ക് വെക്കാൻ സമയമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ 4 മണിക്കൂറോളം ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറിനൊക്കെ ശേഷം ഇതിലേക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് അളവിൽ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ല നീളത്തിലുള്ള അരിയിൽ തന്നെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ അരി കുറച്ച് തവണയൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ ഒരു അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനാണ്. ഇനി നമ്മൾ ഈ ഒരു ബിരിയാണി ഏത് പാത്രത്തിലാണോ ദം ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം അടികട്ടിയുള്ള ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി സാധാരണ ചെയ്യുന്ന പോലെ ബിരിയാണി ചെമ്പിൽ ചെറിയ ബിരിയാണി ചെമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്കിത് ദം ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മസാലയാക്കി വെച്ചിരുന്ന ഈ ഒരു പാത്രത്തിൽ തന്നെ ഒരു 5-6 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. ഇത് കണ്ടില്ല, ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഹൈദരാബാദി ബിരിയാണിക്ക് ചോറ് വേവിക്കുന്നത് ഒരു 70% നമ്മൾ ആദ്യം വേവിച്ചിട്ട് എടുക്കാവുള്ളൂ. ബാക്കിയുള്ള വേവ് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ആ ഒരു ദമ്മിൽ ഇരുന്നിട്ടാണ് കേട്ടോ വെന്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം വറ്റിച്ചിട്ടല്ല അരി വേവിക്കുന്നത്. കുറച്ച് ഏറെ തന്നെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2-3 ലിറ്ററോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 70% ഏകദേശം ഒരു 3/4 ഭാഗം അരി നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു 70% അരി വെന്തതിന് ശേഷം നമ്മളൊരു അരിപ്പയിലേക്ക് ഊറ്റി വെള്ളം കളഞ്ഞിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് ഇതൊരു 4ഓളം ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബേ ലീവ്സും ഒരു തക്കോലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 5 ഏലക്കായും ഇതുപോലെ 2 കറുവപ്പട്ടയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളൊരു മസാലക്കകത്തൊക്കെ ചേർത്ത് കൊടുത്ത ഒരു ഷാജീര തന്നെ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഈ ഒരു ചോറിലേക്കും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചോറ് അല്പം പോലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്ന പോലെ തന്നെ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ ഈ ഒരു വെള്ളത്തിൽ ഉപ്പ്. എങ്കിലേ ചോറ് വെന്ത് വരുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഉപ്പ് ചോറിന് പിടിക്കത്തുള്ളൂ. ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വെള്ളം നല്ല വെട്ടി തിളച്ച് വരണം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ഇതിൽ നിന്നും കുറച്ചും കൂടി വെള്ളം നല്ല പോലെ തന്നെ വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും വേണം നമ്മൾ അരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെള്ളം നല്ല വെട്ടി തിളച്ച് വരുന്ന സമയത്താണ് നമ്മളൊരു അരമണിക്കൂറോളം കുതിരാൻ വെച്ചിരുന്ന അരിയെ അരമണിക്കൂറിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളം കളയുക. അതിൻ്റെ വെള്ളം നല്ല പോലെ തന്നെ തോർന്നതിന് ശേഷം ഈ ഒരു അരി നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ആ ഒരു അരിയുടെ വേവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു അരിപ്പിലേക്ക് ഊറ്റി ഈ ഒരു വെള്ളം ഫുള്ള് കളഞ്ഞിരിക്കണം. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളത്തിൽ വേണം നമ്മൾ അരിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഒരു 6 മിനിറ്റ് ഞാനിവിടെ കറക്റ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു അരി ഒരു 3/4 ഭാഗത്തോളം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഡയറക്റ്റ് ഊറ്റി കൊടുത്തിട്ട് ആ ഒരു വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ഇതുപോലൊരു അരിപ്പത്തവി കൊണ്ട് കോരി വേറൊരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് എടുത്താലും മതി. അപ്പോൾ ഒരു ചോറ് അരിപ്പയിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന ഒരു മസാലയാണ്. ആ ഒരു മസാല ഇതുപോലെ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓഫ് ചെയ്ത് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഇനി മസാലയ്ക്കുള്ളിലേക്ക് നമ്മളൊരു 3/4 ഭാഗത്തോളം ഇപ്പോൾ വേവിച്ച് വെച്ചിരുന്ന അരിയില്ലേ, അതിൻ്റെ ഒരു വെള്ളം തുറന്നിട്ട് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 2 ലെയറായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ചോറിൻ്റെ പകുതിയോളം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണുള്ള ഒരു സഫ്രോൺ മിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ചൂടുള്ള പാലിൽ ഒരു 2-3 പിഞ്ച് കുങ്കുമപ്പൂ ഇട്ടിട്ട് ഇതുപോലെ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സഫ്രോൺ മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് വെതറി കൊടുക്കാം. ഇത് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു സവാളയാണ്. അപ്പോൾ ഒരു സവാള ഫ്രൈ ചെയ്തതും കൂടെ ഇതിലേക്ക് നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് മുഴുവനും ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ചോറ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ.
നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് സഫ്രോൺ മിൽക്ക് ആണെങ്കിൽ സഫ്രോൺ മിൽക്ക് ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക, ഒരു 2-3 ടേബിൾ സ്പൂണോളം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലിൽ മഞ്ഞൾപ്പൊടി ആക്കിയിട്ട് കുറച്ചൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ വളരെ കുറച്ച് മാത്രം പുതിനയിലയും മല്ലിയിലയും സവാള ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ്, അതായത് ഒരു 125 ml നല്ല ചൂട് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതുപോലെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്താണ് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം നെയ്യ് മതി. അതൊരു 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇതുപോലെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്യണം. എന്നിട്ട് വേണം മൂടി വെച്ച് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ മൈദയൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നവരെ ഒട്ടിച്ച് കൊടുക്കത്തില്ല, അതുപോലെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിനി ഫ്ലെയിം ഓൺ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഈ ഒരു പാത്രം ഡയറക്റ്റ് തന്നെ ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യുക. 2 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഡയറക്റ്റ് ഈ ഒരു പാത്രം വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി ഇതുപോലെ ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു പാനൊന്ന് ചൂടാക്കി വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് നമ്മുടെ ഒരു ബിരിയാണി പാത്രം വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം അടുക്കി വെച്ചിട്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയം കാണും, ആ ഒരു ചിക്കനൊക്കെ വെന്ത് വരുമോ എന്നുള്ളത്. നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ, അതിനൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഒരു 40 മിനിറ്റ് നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു വെയിറ്റ് വെച്ചാൽ നല്ലതായിരിക്കും. ഞാനിതൊരു 40 മിനിറ്റ് ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അപ്പം തന്നെ തുറക്കരുത്. കറക്റ്റ് ഒരു 30 മിനിറ്റിന് ശേഷം മാത്രം നമ്മളിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു റൈസും ചിക്കനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ആദ്യം നമ്മൾ ഡയറക്റ്റ് ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 40 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്ത് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കേണ്ടത് ഇതുപോലെ ഒരു 30 മിനിറ്റിന് ശേഷം മാത്രമാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചിക്കനും ചോറും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുക്കായി വരും. ഇത് കണ്ടില്ല, ഈ ഒരു ചോറാണെങ്കിലും ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പോലെ തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിലും നല്ല പോലെ തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറ് നമ്മൾ ആദ്യം വേവിക്കുന്ന സമയത്ത് ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിലിരുന്ന് ഇതുപോലെയാണ് വേവേണ്ടത്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ചോറിൻ്റെ ഒരു ഭാഗമെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റുക. എന്നിട്ട് അടിയിലത്തെ ഒരു മസാല നല്ല പോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.